ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടത് ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഇതിന് നമ്മൾ പോയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള നൂറിലേക്ക് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലേസിലോട്ടാട്ടോ. നമ്മളിവിടെ ആദ്യമായിട്ട് വരുമെന്നല്ല, മുമ്പും വന്നിട്ടുണ്ട് 1-2 പ്രാവശ്യം. പക്ഷേ ഇപ്പോൾ ഒരു 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഒരു ഇതിന് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ടാവാമെന്ന്. കുട്ടികൾക്കൊരു കളിക്കാനും ഒക്കെ പറ്റുന്ന അടിപൊളി വൈബായിട്ടുള്ള അടിപൊളി പ്ലേസാണ്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു ചെറിയ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആർക്കായാലും ഈവനിങ് വൈബായിട്ട് നമുക്ക് ഈവനിങ്ങിലാട്ടോ അങ്ങോട്ട് പോകാനും നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതിന് ഇപ്രാവശ്യം അങ്ങോട്ട് വെച്ചു. നമ്മുടെ തിരൂർ ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയായിട്ടാട്ടോ ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ തിരൂർ ടൗണിലൊക്കെ അത്യാവശ്യം നല്ല റോഡ് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് അല്പം ഉള്ളിലോട്ട് കടന്നിട്ടാട്ടോ നമ്മുടെ ഒരു പ്ലേസ് ഉള്ളത്. ഇവിടം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അങ്ങോട്ട് കടക്കാനായിട്ട് ഒരു ചെറിയ എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ആർക്കും വരാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഫാമിലി ആയിട്ട് വന്നവർക്ക് മാത്രമേ അങ്ങോട്ട് കടക്കാനുള്ള പ്രവേശിക്കാനുള്ളൊരു ചാൻസ് ഉള്ളൂ. മാത്രമല്ല കപ്പിൾസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ കാണിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിബന്ധനകളൊക്കെ ഇപ്പോൾ ഈയിടെയായിട്ട് വന്നിട്ടുണ്ട്. മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരൂർ പച്ചാട്ടിരി എന്നാട്ടോ അറിയപ്പെടുന്നത്. ഇതിനായതുകൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ അന്നല്ല പോയിട്ടുണ്ടായിരുന്നു, 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. എങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ വണ്ടികൾ കണ്ടപ്പോഴേ തോന്നി. പിന്നെ നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊരു 3:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മണിക്കുള്ളിലായിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ടായി. ഇനിയിപ്പോൾ അവിടുത്തെ ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 9:30 ടു ഉച്ചയ്ക്ക് 1:30 വരെയും, ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ 2:30 ടു 5:30 വരെയും കേട്ടോ ടൈം വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അവിടുത്തെ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് അകത്തോട്ട് പ്രവേശിക്കും. ഒരാൾക്ക് 50 രൂപയേ ഉള്ളൂ കേട്ടോ. മുതിർന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഒരു 50 രൂപ വെച്ചിട്ടാണ്. കുട്ടികൾക്കൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ അടച്ച് ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് കാണുന്നത് ഇതുപോലൊരു തടാകം കേട്ടോ, ഒരു ലേക്ക്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ കളർ ഫിഷസാളുണ്ട്. മുമ്പ് ഞങ്ങൾ വന്നപ്പോഴൊന്നും ഇതിവിടെ ഈ ഒരു തടാകം ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ മത്സ്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല മീനുകളൊക്കെ ഉണ്ട്. നമ്മൾ അവർക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ കൂട്ടകൂട്ടായിട്ട് വരുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ.
ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 15 ഏക്കറോളം നീണ്ടു കിടക്കുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ അത്. പേര് പോലെ തന്നെ മിസ്റ്റർ നൂർ മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ ഈ ഒരു പ്ലേസ്. പ്രകൃതിയായിട്ട് ടച്ച് ചെയ്ത് നല്ല അടിപൊളി വൈബോട് കൂടി നമുക്ക് ഈവനിങ്ങിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈലൻറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവരിവിടെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഇതിനകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ് ഫീൽ ചെയ്യും. അതിന് കാരണം മറ്റൊന്നല്ല, ഒരുപാട് മരങ്ങളും പിന്നെ അതിലുപരി വ്യത്യസ്ത തരത്തിലുള്ള ഒരു 50-ലധികം മുളകളൊക്കെയാണ് ഇവരിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ മുളകളുടെ അടുത്ത് ചെന്നാൽ നമുക്ക് കാണാം അതിൻ്റെ പേരുകളൊക്കെ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലുപരി ഒരുപാട് തടാകങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു തണുപ്പാണ്. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ഊഞ്ഞാലുകൾ കാണാൻ പറ്റും കേട്ടോ, ടയർ കൊണ്ടുള്ള. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളിങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാലിൽ ആടാനും ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള പ്ലേസസ് ആണ്. പിന്നെ ഇതിനുള്ളിൽ ചെറിയൊരു ഷോപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കാം. ആദ്യം മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ മുമ്പ് ഇവിടെ ബോട്ട് സർവീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ആളും കൂടുന്നുണ്ട്. മുമ്പ് നമ്മളിവിടെ കാഴ്ചക്കാർ ഉണ്ടായിരുന്നെങ്കിലും കൂടുതലായിട്ട് ഇവിടെ വന്നിരുന്നത് വെഡ്ഡിങ് ഷൂട്ട്, ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. എപ്പോൾ വന്നാലും അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാർട്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇവിടെ എന്താണ് ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടികൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. മീറ്റിംഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് ഇവിടെ ബോട്ടിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളും കൂടുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറുമാടം കാര്യങ്ങൾ, അതായത് ട്രീ ഹൗസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ്. നമുക്കതിനുള്ളിൽ നടക്കാൻ തന്നെ നല്ലൊരു അടിപൊളി വൈബാണ്. ഈ മുളക്കളും പിന്നെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു ലേക്ക്, അതുപോലെ കുഞ്ഞു കുട്ടികൾക്കായിട്ട് ഊഞ്ഞാല് കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈടായിട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബോട്ടിംഗ് സർവീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ടയർ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് മുതിർന്നവർക്കൊക്കെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ആ ഊഞ്ഞാലിൽ ആടി കളിക്കാം. അതൊന്ന് മാത്രമൊന്നുമല്ല കേട്ടോ, ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ നടക്കും തോറും അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ഊഞ്ഞാലുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ മിസ്റ്റർ നൂർ മുഹമ്മദിന് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത്ര നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വനമെന്നോ പാർക്കെന്നോ ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ശാന്തത ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന, അതായത് കുയിലുകൾ, കിളികൾ, നാദങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പച്ചപ്പ്, ലേക്ക് എന്ന് വേണ്ട ഈ വക സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നൂർ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ആൾ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ഇത്രയും 15 ഏക്കറോളം വരുന്ന ഈ ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയെടുത്തുള്ളൊരു പ്ലേസ് ആട്ടത്. ശാന്തത ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിവിടെ ഇപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ്, ഇപ്പോൾ 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം.
മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വനങ്ങളും മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണല്ലോ. പുഴകളും തടാകങ്ങളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 15 ഏക്കറോളം വരുന്ന ഇങ്ങനെ ഒരു സ്ഥലത്ത് മുളകളും മരങ്ങളും എന്താ പറയുക എല്ലാം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലേസ് നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യമല്ലേ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild, never sleep, never stop. ഇനി വരുന്നത് ചെറിയൊരു പാർക്ക് പോലെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിശാലമായിട്ടുള്ളൊരു മൈതാനം പോലെ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാൻ നമുക്ക് ഇരിക്കാനും ഒക്കെ പറ്റുന്ന നല്ല പുൽമേടുകളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പ്ലേസാണ്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. യാതൊരു കച്ചറയോ കാര്യങ്ങളോ ഒന്നും, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു നല്ലൊരു ഗാർഡൻ പ്ലേസ് ആട്ടോ അത്. കുട്ടികൾക്ക് ഓടി കളിക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ആ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കരുത്. അതിനായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ അവിടെ ഉണ്ട്, അതിൽ ഇടുക. അപ്പോൾ വേസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്ത് തന്നെ അവർ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു ഗാർഡൻ പ്ലേസാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല വെറൈറ്റി നല്ല നല്ല ഭംഗിയുള്ള മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവർ ചെടികൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോഷൂട്ടിന് ഏറ്റവും ബെസ്റ്റാണ് ഇവിടെ കേട്ടോ. ഒരു എപ്പോൾ വന്നാലും നമുക്ക് കാണാനായിട്ട് പറ്റും. വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്നത്, അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടീസ്, അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ബ്രൈഡ് ഷോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത്. അതിനായിരുന്നു ആദ്യം തന്നെ ഈ ഒരു പ്ലേസ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ അടുത്തായിട്ട് ഇപ്പോൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇതിനൊക്കെ ഞങ്ങൾ പോയപ്പോൾ നല്ലോണം ആളുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഫ്ലവർ ചെടികളും അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ഔഷധ ചെടികളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതൊന്നും താനെ ഉണ്ടായി വന്നതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ അയാളുടെ ഇഷ്ടപ്രകാരം ഇവിടെ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തതാട്ടോ. അതാണ് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്റ്റർ നൂർ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ആളുടെ ഒരു കഴിവ് തന്നെയായിട്ടോ. നമ്മൾക്ക് അദ്ദേഹത്തിന് പ്രകൃതിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെയുള്ള ഒരു പ്ലേസാണിത്. പിന്നെ ഇങ്ങനെ വർഷം തോറും ചെറിയ ചെറിയ മാറ്റങ്ങൾ അപ്ഡേഷനും കാര്യങ്ങളായിട്ട് കുറേ മാറ്റങ്ങൾ, എങ്കിലും ഈ പ്രകൃതിയുടെ ടച്ച് വിടാതെയാണ് അദ്ദേഹം ഇത് നിലനിർത്തിയിട്ട് ഇപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമുക്ക് വല്ലപ്പോഴും ജസ്റ്റ് ഒരു എൻ്റർടൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളൊക്കെയും കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു വൈബായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലേസ് എന്നാണെങ്കിൽ പറയാം കേട്ടോ അതിന്. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase
പിന്നെ പുതുതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാലാണ്. ആദ്യം മുമ്പ് ഞങ്ങൾ വന്നിരുന്ന അന്നൊക്കെ മുള കൊണ്ടുണ്ടാക്കിയ ഒരു പാലുണ്ടായിരുന്നു. പക്ഷേ അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് പഴക്കം ചെന്നപ്പോൾ അത് മാറ്റിയിട്ട് അവരിപ്പോൾ ഇതുപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വെള്ളത്തിലായിട്ടൊരു വീട് പോലെ കാണാം, ഒരു ഫ്ലോട്ടിംഗ് ഹൗസ് എന്നൊക്കെ പറയാം. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ചുറ്റും വെള്ളമൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ദ്വീപ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. City streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The glass so loud. നല്ല ഭംഗിയായിട്ട് ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. അത്യാവശ്യം നമുക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല അടിപൊളി പ്ലേസ് എന്നാണ് ചുരുക്കി പറയാം. പിന്നെ നമുക്ക് നല്ല തണുപ്പുള്ളൊരു പ്രദേശമാണ്. കുട്ടികൾക്ക് ഓടി കളിക്കാനുള്ള പുൽമേടുകളും ഗാർഡൻസും ഒക്കെ ഉണ്ട്. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പോകാൻ തോന്നിട്ട് അങ്ങനത്തെ ഒരു പ്ലേസാണ് ഇവിടെ. പിന്നെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് പോകാൻ നോക്കട്ടെ. ഈവനിങ്ങിലൊക്കെയാണ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. We're gonna be two hearts running wild. The moonlights, summer sky, it was the best we ever had. And we'll stay on forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be two hearts running wild. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us. പിന്നെ മുമ്പ് ഇവിടെ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അവർ ആളുകൾ ഇങ്ങനെ കൂടി കഴിഞ്ഞതിന് ശേഷം, ഞാൻ പറഞ്ഞല്ലോ മുമ്പ് വെഡ്ഡിങ് വീഡിയോസ് ഫോട്ടോഷൂട്ട് അതിന് മാത്രമേ ഇത് യൂസ് ചെയ്തിരുന്നുള്ളൂ. കാഴ്ചക്കാരുണ്ടെങ്കിലും ഇത്ര തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ നമസ്കാര സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. Wild, never sleep, never stop, as we shout from the top. We're gonna ഓക്കെ, അങ്ങനെ ഒരുപാട് സമയം നമ്മളിപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ പുറത്തോട്ട് കടക്കാനായിട്ട് പോവുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. Now the morning is the afternoon. We lay awake in bed. The glass so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild.
ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം വിശപ്പൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ അവിടെ നിന്ന് ജ്യൂസ്, ബർഗർ, സാൻഡ്വിച്ച്, മോമോസ് അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.